പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിന് ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിലെ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്നു. മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും
കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് 3-ാം ദിവസം ആരാധന നടന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിൽ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നു എനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ PR കിട്ടാനായി. 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്, പെർമനന്റ് റെസിഡൻസ്. വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്, 10-33 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ട് മക്കളില്ല അവർക്ക്. 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാൻ അവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മളെ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഈ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. രാത്രി കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടലമീതെ ചെന്ന് അതാണ് അവർ ചോദിക്കുന്നത്, ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പോൾ അതുപോലെ ചില നിർബന്ധങ്ങൾ ദൈവത്തോട് നമുക്കും ആകാവുന്നുള്ളതാണ് ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത്. എന്താ പറയണത്? ലൂക്ക പറയണത്, നേരം വൈകുന്നു, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോട് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലക്കെട്ടി വീണുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം, പക്ഷേ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാ വായിട്ടുന്നൊക്കെ തെക്ക് വടക്ക് നടന്ന് വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്നൊരു കാര്യമില്ല. അതാണ് എനിക്ക് ചില ദേഷ്യം വരുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കാൻ തെറ്റില്ല. അതാണ് ഇവർ ചെയ്ത് അമാവാസ്യ ശിഷ്യന്മാർ. പക്ഷേ എൻ്റെ വിഷയം അതല്ല. കർത്താവ് എന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തര, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നിൻ്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്നാണ്. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഇത് ഈ അൾത്താരയിൽ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ വരുന്നത് വാടയ്ക്കൽ ദൈവജനമാത ഇടവകയിൽ നിന്നാണ്, ആലപ്പുഴ ജില്ലയിൽ. ഇത് എൻ്റെ ഭർത്താവ് ജീവൻ, മൂത്ത മോൾ ഇൻസ തെരേസ, 2ാമത്തെ കുഞ്ഞ് ജോസഫ്. 2017
ജനുവരി 7-നായിരുന്നു എൻ്റെ ആദ്യത്തെ കല്യാണം. 72 ദിവസങ്ങൾ മാത്രമേ അതിന് ഞങ്ങൾ കല്യാണം ജീവിച്ചുള്ളൂ. 72 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് ഒരു കാർഡിയാക് അറസ്റ്റ് മൂലം വിദേശത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ മൂത്ത മോളെ പ്രഗ്നൻ്റായിരുന്നു. ഒത്തിരിയേറെ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മോളെ കിട്ടിയ സാക്ഷ്യം ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവളെ പ്രഗ്നൻ്റായ സമയം തൊട്ട് ഡെലിവറി കഴിയുന്നവരെ ഈ കൃപാസനത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മോളുണ്ടായി ഇവിടെ വന്ന് ഞാൻ ഇവക്കൊരു 6 മാസമായപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്. അതിനുശേഷം തികച്ചും മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരാളെപ്പോലെയായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഒത്തിരിയേറെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ആരാധന കൂടുമായിരുന്നു. ആ സമയത്ത് അച്ഛനെ കാണാനായിട്ടൊരവസരമുണ്ടായി. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് മെസ്സേജ് പറഞ്ഞത് നീ ഒരു സെക്കൻഡ് മാരേജിനെ പറ്റി ചിന്തിക്കണമെന്നാണ്. പക്ഷേ എനിക്ക് മോളായത് കാരണം അവളുടെ ഭാവി ഓർത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 2020 പെട്ടെന്ന് എൻ്റെ ബ്രദർ മരിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണവും നടന്നു. അപ്പോൾ അച്ഛനെ വന്ന് ഞാൻ വീണ്ടും കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒറ്റപ്പെട്ടു പോകും മോളെ, നീ ഒരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കണം, ദൈവം ഒരു വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വീണ്ടും അവസരം കിട്ടി. അന്ന് അച്ഛനൊരു മെസ്സേജ് പറയുകയാണ്, ജെ എന്ന ലെറ്ററാണ്, അത് ഒരു ഡിവോഴ്സ് കേസാണ്, പക്ഷേ അരമന കോടതിയിലെ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ചേട്ടൻ്റെ പ്രപ്പോസൽ വന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അരമന കോടതിയിലെ പേപ്പർ കിട്ടി. അങ്ങനെ നവംബർ 3, 2021 ഞങ്ങളുടെ കല്യാണം നടന്നു. ആ സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, മാതാവേ, എൻ്റെ കുഞ്ഞിനെ എന്നെക്കാൾ പരിപാലിക്കുന്ന മാതാവ് ഈശോ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയെ ഔസേപ്പിതാവ് പരിപാലിച്ച പോലെ എൻ്റെ മകളെ പരിപാലിക്കുന്ന ഒരു ഭർത്താവിന് തരണമേ എന്ന് നിരന്തരം ഞാൻ അമ്മയോടും ഔസേപ്പിതാവിനോടും അതേസമയം ഇവളുടെ പപ്പായോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നവംബർ 3, 2021 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. മാതാവ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിത്തം തന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജീവൻ എന്നാണ്. പിന്നെ ഉടമ്പടി എൻ്റെ മുടങ്ങിപ്പോയായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് പുതുക്കാൻ പറ്റാണ്ടായി. 2022 ജനുവരി 17 ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷേ അദ്ദേഹത്തിന് സ്പേമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും തീരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ പോലും ഈ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൽ ഓയിൽ റിഗിലാണ്. അപ്പോൾ അവിടുത്തെ ജോലി സാഹചര്യം മൂലം എപ്പോഴും എൻ്റെ ഓവുലേഷൻ സമയത്ത് ലീവിന് വരാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കും ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പക്ഷേ 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും ആ 2 പ്രാവശ്യം മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദം, IUI അല്ലെങ്കിൽ IVF ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുങ്ങണമെന്നുള്ളതായിരുന്നു. ഞാൻ ആ സമയത്ത് OET പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ OET എഴുതി, എനിക്ക് മാൾട്ട സ്കോർ ലഭിച്ചു. അപ്പോൾ എനിക്ക് ഗ്യാപ്പുള്ളത് കാരണം വീണ്ടും എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ആ സമയത്ത് വീണ്ടും ഇവരുടെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ടായി. IUI അല്ലെങ്കിൽ IVF ചെയ്ത് എത്രയും പെട്ടെന്ന് കൺസീവ് ആയിട്ട് ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ തന്നെ നോക്കാമെന്ന് ഓർത്ത് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇത്രയും സ്പേം കൗണ്ട് മോട്ടിലിറ്റിയും കുറവായത് കാരണം IUI നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, അത് പോസിബിൾ ആയില്ലെങ്കിൽ IVF നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. എനിക്ക് കത്തോലിക്ക മതവിശ്വാസപ്രകാരം ആ ഒരു പ്രൊസീജിയറിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്കൊരു കുഞ്ഞിനെ തന്നു, ഇത്രയും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മാതാവിന് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇതോടെ നിർത്താം,
ചേട്ടായി പോയൊരു ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ട് ഇവിടെ വന്നു. ഓഗസ്റ്റ് 21 2023 ഓഗസ്റ്റിൽ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഒരു മാസം കഴിഞ്ഞ് കൃത്യം സെപ്റ്റംബർ മാസം ആയപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയെന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും ദൂരം, ഞാൻ ജോലി ചെയ്യുന്നത് ചേർത്തല മതിലകത്തായിരുന്നു, എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് പോകുന്നത് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആ പ്രഗ്നൻസിയിൽ മാതാവിൻ്റെ വലിയ സംരക്ഷണമാണ്. എനിക്ക് ഒരു കുഴപ്പങ്ങളുമില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കും ഡയബറ്റിക്കായി. പക്ഷേ ലാസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിൽ കുഞ്ഞിൻ്റെ 2 കാലുകൾക്കും നീള വ്യത്യാസം ഉണ്ടാകുമെന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്ത് തന്ന് ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത സമയം തൊട്ട് എല്ലാ പ്രതിസന്ധി വരുമ്പോഴും കുഞ്ഞാകാൻ വേണ്ടിയിട്ടുമൊക്കെ ഞാൻ വയറ്റിലും നെറ്റിയിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തൈലം പൂശി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വീക്കിൽ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നു, രണ്ടാമത്തതാണ്, ഡയബറ്റിക്, ഇതിൽ റിസ്ക് ഉള്ളതായത് കാരണം നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട, ആദ്യം ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് നോക്കിയിട്ട് നോർമലായില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, അമ്മ എനിക്ക് സുഖപ്രസവത്തിലുള്ള ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന തലേ ദിവസം രാത്രി ഞാൻ അച്ഛൻ്റെ ആരാധനകൾ ഞങ്ങൾ 2 പേരും കൂടെ നിരന്തരം കണ്ടുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 17-ാം തീയതി ഇൻഡ്യൂസ് ചെയ്തു. രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഞാൻ നോർമൽ ഡെലിവറിയായി. മാതാവ് സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തന്നു. അവൻ്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഏറ്റവും നല്ല മിടുക്കനായൊരു കുഞ്ഞിനെ മാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് ദാനമായി തന്നു. അവൻ്റെ പേര് ഞാൻ ഔസേപ്പിതാവിൻ്റെ വലിയൊരു ഭക്തിയാണ്. എനിക്ക് ഔസേപ്പിതാവിനെ ഒത്തിരിയേറെ ഇഷ്ടമായതുകൊണ്ട് ഇവൻ്റെ പേര് യൗസേപ്പ് എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്നത്. ജോസഫ് എന്നാണ് അവൻ്റെ പള്ളിയിലെ പേര്. അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരിയേറെ നന്ദി പറയുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളായപ്പോൾ എനിക്ക് ഒരു 4 വർഷത്തിലേറെ ഗ്യാപ്പായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നൊരു ജോലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം അമ്മ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ രാവിലെ പോയി ഒരു 5 മണിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റും തരത്തിലുള്ളൊരു ജോലി അമ്മ ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അത് എനിക്ക് ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എക്സ്പീരിയൻസ് ഗ്യാപ്പുമുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള കാര്യം ശരിയാകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ കസിൻ പറഞ്ഞു, നാഷണൽ ഹെൽത്ത് മിഷനിലൊരു വേക്കൻസി ഉണ്ടെന്ന് നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു. ഫെബ്രുവരി മാസം അതിൻ്റെ എക്സാം ആയിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എക്സാം കഴിഞ്ഞു. ജൂലൈ മാസം, ഈ ജൂലൈയിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ മാസമാണ്, അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. ആ മാസം ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ 78-ാമത്തെ നമ്പറായിരുന്നു. ഓഗസ്റ്റ് 29-ന് ചെങ്ങന്നൂർ ആല എന്ന് പറയുന്ന ഹെൽത്ത് സെൻറ്ററിൽ MLSP എന്ന താൽക്കാലിക വേക്കൻസി നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് 6 മാസമായി. ഈ 2 സാക്ഷ്യങ്ങളും ഞാനിവിടെ വന്ന് പറയാൻ ഒത്തിരിയേറെ വൈകിപ്പോയി. അതിന് അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ അമ്മയും ഈശോയും തന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതം ഞാൻ കരുതിയ 2017 ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഇതോടെ എല്ലാം അവസാനിക്കുമെന്ന്. പക്ഷേ എവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയോ അവിടെ നിന്നും അമ്മ എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാനും ഹസ്ബൻഡും കൂടെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ GHലും അവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം പത്രം കൊടുക്കും. വായിക്കാൻ പറ്റാത്തവർക്ക് വായിച്ചു കൊടുക്കും. വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ അവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ മോൻ്റെ ഡെലിവറിയുടെ ഒരാഴ്ച മുന്നേ വരെ, അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു നാട്ടിൽ. ആ സമയത്ത് ഞാനിവിടുന്ന് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാ രോഗികൾക്കും കൊടുക്കുമായിരുന്നു. ഡയാലിസിസ് യൂണിറ്റിലെയും ക്യാൻസർ യൂണിറ്റിലെയും പേഷ്യൻസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്.
പിന്നെ ഇപ്പോൾ എനിക്കും ഹസ്ബൻഡിന് കിട്ടുന്ന സാലറിയുടെ ഒരു വിഹിതം പാലിയേറ്റീവിലെ രോഗികൾക്കായിട്ട് ട്രസ്റ്റുകളിലായിട്ടും ഞങ്ങൾക്കറിയാവുന്ന രോഗികൾക്കുമായിട്ട് അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങളോട് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ഉള്ളതിൽ നിന്ന് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാരെയും കാണാൻ പോവുകയും അവരുടെ നഖം വെട്ടി കൊടുക്കുകയും മുടിചീവി കൊടുക്കുകയും അവരോട് ഈശോയെ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ വളരുവാൻ സാധിച്ചു. ആദ്യമൊക്കെ ഞാൻ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ രാവിലെ 6:30 പോയാൽ തിരിച്ച് 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിക്കുകയില്ല. എന്നാലും ബുധനാഴ്ചകളിൽ എൻ്റെ ഇടവകപ്പള്ളിയിൽ പോയി വൈകുന്നേരം അവിടുത്തെ ആരാധനയിലും നൊവേനയിലും കുർബാനയിലൊക്കെ പങ്കുചേരാനും എനിക്ക് സമയം കിട്ടുമ്പോൾ പള്ളിയിൽ പോയി കുർബാന കൂടാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ നേരം വായിക്കാറുണ്ട്. 2 ആഴ്ചയിൽ കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീവനാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 1 മാസത്തിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. അതിനിടയ്ക്കാണ് കുഞ്ഞുണ്ടാവുന്ന കാര്യപൂരം അറിഞ്ഞത്. പിന്നെ മാതാവിൻ്റെയും ദേവകുമാരൻ്റെ സഹായത്തോണ്ട് കുഞ്ഞിന് ഒരു അപകടം കൂടാതെ ഞങ്ങൾക്ക് കിട്ടി. അതിന് ദൈവത്തിനും മാതാവിനും എല്ലാം 1000 നന്ദി പറയുന്നു. ഉൽപ്പത്തി 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അൽഫോൻസ മാർട്ടിൻ്റെ ശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് അമ്മയുടെ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ അൾത്താരയിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മൾ ഹൃദയശുദ്ധിയോടുകൂടി ദൈവാത്മാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ പൂർണ്ണമായി ദൈവാശ്രയത്വത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുകയാണെങ്കിൽ ഈശോയും അമ്മ മാതാവും കൃത്യമായ സന്ദേശം നൽകി ബ്ലെസ്സിങ് നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അനുഭവിക്കുവാനാവും. ഒത്തിരി മക്കൾ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അന്ന് വരെ ഡോക്ടർമാർ എന്തു പറഞ്ഞോ, അന്ന് വരെ ജീവിതം എന്തായിരുന്നോ, അന്ന് വരെ എങ്ങനെയാണോ ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ ബന്ധങ്ങളിലും മുന്നോട്ട് പോയത്, അതിൽ നിന്ന് രാപകൽ വ്യത്യാസത്തിൽ പൂർണ്ണമായ ഒരു ജീവിതത്തിൻ്റെ തിരിച്ചുവരവ് അമ്മ മാതാവും ഈശോയും നൽകിയെന്നാണ്. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വലിയ ദൈവകൃപയുടെ ഒരു പ്രവൃത്തിയാണ്. ജോസഫ് അച്ഛൻ രാപകൽ അമ്മയുടെ അരികിലേക്ക് ഉടമ്പടിയിൽ ജീവിച്ച് ആഗ്രഹത്തോടെ വരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൈവെപ്പ് ശുശ്രൂഷ അച്ഛൻ ഏറ്റവും കാർക്കശ്യത്തോടു കൂടി നിർവഹിക്കുന്നതും. അവർ ഉടമ്പടിയിലായിരിക്കണം, ഉടമ്പടിയിൽ തുടർച്ചയായി ജീവിക്കുന്നവരാകണം, അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം, അവരുടെ ഉടമ്പടിയിൽ അവർക്ക് ഒരു വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് കൃപയുള്ളവരാകണം. കാരണം അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയുടെ നിയോഗത്തെ അനുഗ്രഹിക്കുന്ന വിധത്തിൽ അമ്മ ഇടപെടുകയും ഈശോ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എപ്പോഴൊക്കെ നമ്മൾ ഈ അൾത്താരയിലേക്ക് വരുന്നുവോ ഓർക്കണമേ, ക്രിസ്ത്യാനികളാണെങ്കിൽ കുമ്പസാരിച്ചിരിക്കണം, കുർബാന സ്വീകരിച്ചിരിക്കണം. ആത്മശുദ്ധിയോടുകൂടി മാത്രമേ ഈ അൾത്താരയിലേക്ക് നമ്മൾ വരാവൂ. എങ്കിൽ നമുക്കത് അനുഗ്രഹത്തിനുള്ള അടയാളമായിരിക്കും. മകൾ പറയുന്നുണ്ട്, എൻ്റെ 2ാമത്തെ വിവാഹ ജീവിതം അങ്ങനെ നടന്നു. പിന്നീടുള്ള വിഷയം, ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞിന് വേണ്ടിയുള്ള നിർബന്ധം പലരും പല തരത്തിൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഓരോരുത്തർ പറയുമ്പോഴും ഞങ്ങൾക്ക് അറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. അത് ആരോഗ്യപരമായ കുറച്ച് കുറവുകളാണ്. ആരോഗ്യത്തിൽ കുറച്ച് കുറവുകൾ, ഒരു കുഞ്ഞിനെ പ്രത്യുത്പാദിപ്പിക്കുവാനുള്ള കഴിവിൻ്റെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അത് ഞങ്ങൾ അമ്മയുടെ അരികിലേക്ക് ഉടമ്പടിയിലായതുകൊണ്ട് ഈ വിഷയം സമർപ്പിച്ചു കൊണ്ടിരിക്കുകയും നിർബന്ധങ്ങൾ കൂടുമ്പോൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ IVF IUI എന്ന ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കുഞ്ഞിന് വേണ്ടി 100 കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനമുള്ളത് കൊണ്ട്
അത് സഭ അംഗീകരിക്കാത്തത് കൊണ്ട്, ദൈവത്തിന് നിരക്കാത്തതായതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ പോകില്ലെന്ന് രണ്ടുപേരും കൂടി തീരുമാനമെടുക്കുന്നു. അതൊരു നിലപാടാണ്. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ഇത്തിരി പണം കയ്യിൽ വന്നാൽ പോരാ, എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് പച്ചപിടിച്ചാൽ പോരാ, ദൈവത്തിന് ഹിതകരമാകുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ എൻ്റെ കഷ്ടതയിലും ഇല്ലായ്മയിലും ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ അതിന്മേലാണ് ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ കരമുയരുന്നത്. അതുകൊണ്ട് ഈ രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണ്, നമ്മളിത് ഇവിടെ നിർത്തുകയാണ്. ഇനി മരുന്നിന് യാതൊരു പ്രയോജനവുമില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് മാത്രമേ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ ശാസ്ത്രമുള്ളുവെങ്കിൽ ആ ശാസ്ത്രത്തെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുകയാണ്. അതാണ് അൽഫോൻസ ഭർത്താവിനോട് പറയുന്നത്, ഒന്ന് ഉടമ്പടി എടുക്കുമോ? അത് നിർബന്ധത്തിൻ്റെ പുറത്താണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുക്കുക എന്നതൊരു സന്മനസ്സാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മുടെ തന്നെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്ന പ്രവൃത്തിയുടെ പേരാണ് ഉടമ്പടി എന്നത്. അതിന് ഭർത്താവ് തയ്യാറാകുമ്പോൾ അമ്മ മാതാവ് ആരാണോ അമ്മയുടെ അരികിലേക്ക് ആഗ്രഹത്തോടെ, എളിമയോടെ, അനുസരണത്തോടെ, അനുതാപത്തോടെ അരികിലെത്തുക, അവരുടെ ജീവിതങ്ങളെ അമ്മ പ്രത്യേകമായിട്ട് ഏറ്റെടുത്തിരിക്കും. അതാണ് അൽഫോൻസ സൂചിപ്പിച്ചത്. 1 മാസം കഴിയുമ്പോൾ തന്നെ അത്ര നാളും വർഷങ്ങൾ ഞങ്ങൾക്കില്ലാതിരുന്ന രണ്ടാമത്തെ കുഞ്ഞെന്ന സ്വപ്നം അമ്മ മാതാവ് ഞങ്ങളുടെ ഉദരത്തിൽ അത് അങ്കുരിപ്പിച്ചു തന്നു. അത് ഓർക്കണമേ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൻ്റെ പാതിവഴിയിൽ എന്തു പറഞ്ഞാലും നമുക്ക് അമ്മ മാതാവിലും ഈശോയിലുമാണ് ആശ്രയവും വിശ്വാസവുമെങ്കിൽ ഒരു കാരണവശാലും വ്യതിചലിക്കാതെ ചഞ്ചലപ്പെടാതെ നിൽക്കണം. ഉപദേശം ഒന്ന് മാത്രമേ നമുക്കുള്ളൂ അതിൽ. അത് ജൈറോസിനോട് ഈശോ പറഞ്ഞ ഉപദേശമാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജൈറോസിൻ്റെ മകൾ കുഞ്ഞ് മരിച്ചുവെന്ന് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുമ്പോൾ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്, ഈശോയെ ബുദ്ധിമുട്ടിക്കരുത്, കാര്യം യേശു വന്നിട്ട് പ്രയോജനമില്ല എന്ന് വീട്ടുകാർ വന്ന് പറയുമ്പോൾ ഈശോ ഒന്നേ പറയുന്നുള്ളൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചില രോഗങ്ങളാവട്ടെ, നമ്മുടെ ചില ബാധ്യതകളാവട്ടെ, നമ്മുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്ന ചില പ്രശ്നങ്ങളാവട്ടെ, അതൊക്കെ അതിൽ തന്നെ അവസാനിക്കുവാനുള്ളതല്ല, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ നീക്കി വച്ചിരിക്കുന്ന അവസരങ്ങളാണ്. അതാണ് കുടുംബം ഈ എൽത്താരയിൽ പറയുന്നത്. ഞങ്ങൾ അമ്മ മാതാവിലും ഈശോയിലും ശരണപ്പെട്ടു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഉദരത്തിൽ അച്ഛനെ കണ്ട കൈവെപ്പ് ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നു. അച്ഛൻ നൽകിയ സൈത്ത് എൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ ഉദരത്തിൽ കുഞ്ഞുണ്ട് എന്ന സന്തോഷം പറഞ്ഞു. അതിൻ്റെ അവസാന നാളുകളിലേക്ക്, കുഞ്ഞിനെ പിറവി കൊടുക്കുന്ന നാളുകളിലെത്തുമ്പോൾ വീണ്ടും പറഞ്ഞു, ഡയബറ്റിക് ആണ്, കുഞ്ഞിന് പ്രശ്നമുണ്ടാവും, കാലുകൾക്ക് നീളവ്യത്യാസമുണ്ടാവും, അതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്നും പറയരുതെന്ന. ഡോക്ടർമാരുടെ പരിമിതികൾ, മരുന്നിൻ്റെ പരിമിതികൾ ഒക്കെ അവർ തന്നെ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പോഴും മകൾ പറയുന്നുണ്ട്, ഇത് ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവമാണെങ്കിൽ ഇതിനെ ഊനമില്ലാതെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അതാണ് അവരുടെ പ്രാർത്ഥന. അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈശോയെ തന്നെ, ഉദരത്തിലുള്ള കുഞ്ഞ് ഏത് തരത്തിലുള്ളതാണെങ്കിലും അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് സാധാരണ പ്രസവത്തിലൂടെ ആരോഗ്യത്തിൻ്റെ കൈകളിൽ കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി അമ്മ എൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തന്നു, കാലുകൾക്ക് യാതൊരു നീളവ്യത്യാസവുമില്ലാതെ. മറ്റൊന്നു കൂടിയുണ്ട്, മകൾ ഇതിനു വേണ്ടി ഒരു ആശുപത്രിയിൽ ആദ്യം ചെല്ലുമ്പോൾ അവിടെ ആ ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് യൗസപിതാവിൻ്റെ രൂപമാണ്. അന്ന് മനസ്സിൽ തെളിഞ്ഞതാണ്, എനിക്കൊരു ആൺകുട്ടിയാണെങ്കിൽ കുഞ്ഞിൻ്റെ പേര് ജോസഫ് എന്നായിരിക്കും. യൗസപിതാവിനോട് കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥനയുണ്ട്. ഔസപിതാവിൻ്റെ രൂപം ആദ്യം കാണുകയും ചെയ്തു. അതുകൊണ്ട് പിറന്ന കുഞ്ഞിന് ദൈവത്തിന് കൊടുത്ത വാക്കുപോലെ ജോസഫ് എന്ന് പേര് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നിന്റെ വിശ്വസ്തതയെ നിരന്തരം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ ചഞ്ചലപ്പെടാതെ, എൻ്റെ ദൈവം എനിക്കെപ്പോഴും മതിയായവൻ, ആരെന്ത് പറഞ്ഞാലും അതിനെതിരെ ദൈവശക്തി പ്രവഹിക്കുമെന്ന ഉറച്ച ശരണത്തോടു കൂടി ജീവിക്കുവാനാകുമോ? എങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കും. അവസാനം സഹോദരി സൂചിപ്പിച്ചത് ജോലിയെക്കുറിച്ചാണ്.
4 വർഷത്തോളം ഗ്യാപ്പുണ്ട്, ജോലി കിട്ടുവാൻ പ്രയാസമാണ്. എങ്കിലും ആ നാളുകളിൽ എഴുതിയ ഒരു പരീക്ഷയിൽ രാത്രി ജോലി ഇല്ലാതെ പകൽ മാത്രം ജോലി എടുക്കുന്ന വിധത്തിൽ എന്താണോ അമ്മയോട് ചോദിച്ചതുപോലെ അമ്മ മകൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, അമ്മ മാതാവ് കരങ്ങളിലേക്ക് ഏറ്റെടുക്കുന്നതൊന്നും ഉപേക്ഷിക്കില്ല. അമ്മയുടെ കൂടെ നമ്മൾ ഉണ്ടെന്ന് അമ്മയ്ക്കുറപ്പായാൽ അമ്മ ജീവിതത്തിൻ്റെ ഏത് കഠിന വിഷയത്തിന്മേലും ദൈവസന്നിധിയിൽ എളുപ്പ പരിഹാരങ്ങൾ നിർവഹിച്ചു തരും. അതുകൊണ്ടാണ് അമ്മയെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ്, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ ഓരോ മേഖലകളിലും അസാധ്യതകളെ സാധ്യതകളാക്കി കൊടുത്തു, ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു, സമയച്ചുരുക്കത്തിൽ കുഞ്ഞിനെ നൽകി. ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ധ്യ ജോഷി, ഇതെൻ്റെ മകൾ ഏഞ്ചൽ ജോഷി. ഞങ്ങൾ താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് താഴേക്കാട് നിന്നാണ് വരുന്നത്, ഇടവാംഗം. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജൂൺ 7, 2024 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് തലവേദന എന്ന് മാറി. ഒരു 5-10 വർഷം ഉണ്ടായിട്ടുണ്ടായ തലവേദനയായിരുന്നു, അത് മാറി. പിന്നെ ഇടയ്ക്ക് വരുന്ന വയ്യായൊക്കെ ഏതാനും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മകൾക്ക് കണ്ണുമ്മ കുരു ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, സ്പെറ്റ്സിൻ്റെ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഇതുവരെ ഉടമ്പടി എടുത്തപ്പനെ ഇന്നവരെ വന്നിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ സിട്രീസും കഴിച്ചിരുന്നു മഞ്ഞുമാസമൊക്കെ ആകുമ്പോൾ അലർജി സംബന്ധമായിട്ട്, അതും പൂർണ്ണമായി മാറി. ഇപ്പോൾ ഇതുവരെ അതിന് ശേഷം കഴിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു, ഞങ്ങളുടെ ലോയറിൻ്റെ കയ്യിൽ ഒരു പാമ്പിനെ കണ്ട പോലെയാണ് സ്വപ്നത്തിൽ കണ്ടത്, പാമ്പ് കയ്യിലിരിക്കുന്നതായിട്ട്. പക്ഷേ അത് ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ മകളോട് പറഞ്ഞു. അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന നേരത്തായിരുന്നു, യൂണിഫോം മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവൾ സ്റ്റെയർ കേസ് കയറി മോളിൽ പോയി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഭാഗ്യം കൊണ്ട് അവളെ പപ്പയുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു അണലി പാമ്പ്, ഞങ്ങൾ ഇവളുടെ വയസ്സിനകത്താണ് ഞങ്ങൾ വീട് വെച്ചത്. ഇതേവരെ അങ്ങനെ മുകളിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അത് ക്രയോൺസിൻ്റെ പെട്ടിയിലായിരുന്നു, ഇവളുടെ കയ്യിലായിരുന്നു. ഇവൾ നന്നായി പടം വരയ്ക്കും, അപ്പോൾ ആക്രിലിക് പെയിൻ്റൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സാധനം ക്രയോൺസ് പെട്ടി ഞാൻ തലേദിവസം വൃത്തിയാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നീക്കി, ചെടിയുടെ അവിടേക്ക് കിടക്കായിരുന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കില്ലേ, അവള് ധ്യാനത്തിന് പോയേക്കായിരുന്നു 10th. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് തന്നെയാണ്, ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഒരു ഉച്ച നേരത്ത് അപ്പോഴാണ് ഇവള് മോളിൽ പോയിട്ട് ഈ ക്രയോൺസ് പെട്ടി ഫസ്റ്റ് തന്നെ അവളുടെ പടം വരയ്ക്കലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, പോയി ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞോടുകൂടി വിളി വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാമ്പ് കയ്യിൽ. അത് ക്രയോൺസ് പെട്ടിയുടെ ആയിരുന്നു, താഴെ ഇവളുടെ ഇതിലേക്കാണ് വീണത്. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതും ഇവളുടെ കയ്യിൽ വന്നും കൂടി ആയപ്പോൾ ഇവളുടെ യൂണിഫോമിൻ്റെ ഇതും അതേ വേഷം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നല്ല വിശ്വാസമായി. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ മാതാവിൻ്റെ മാസമായിരുന്നു ഒക്ടോബർ മാസത്തിൽ. മൊത്തം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. ഞാൻ ഹൗസ് വൈഫാണ്, അപ്പോൾ മെയിനായിട്ട് എൻ്റെ ക്ലീനിങ്ങാണ് പരിപാടി, ചെടികളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം തുറന്നിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മച്ചിയും ഇതുപോലെ തന്നെ ചീത്ത പറയാറുന്നു, നിനക്ക് എന്നും ഇത് തന്നെയാണ് പണിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം ഇത് തലേദിവസം കയറി ഇരുന്നിട്ടുണ്ടാവണം കിച്ചൺ കബോർഡിൻ്റെ അടിയിലത്തെ സ്റ്റെപ്പില്ല, എല്ലാം കബോർഡ് ഫുള്ളും അടച്ചുറപ്പുള്ളതാണ്. അപ്പോൾ മുകളിലേക്കും ഒരു രക്ഷയ്ക്കും കയറാൻ പറ്റില്ല. പക്ഷേ എന്തോ ബൈ ചാൻസ് അത് കയറിയിരുന്നു.
കടിക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ ഒരിക്കലും അവള് ചെയ്യാത്ത അടുക്കളയിൽ വന്ന് എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയിന്ന് പഠിക്കും, ഞാൻ നിന്നാ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യമാണ്. വൈകിട്ട് 9:30 തന്നെ ഇതുപോലെ തന്നെ. അപ്പോൾ ആരുമില്ല, എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. പാമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ ആ നേരം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ഇതുപോലെ തന്നെ ആട്ടി ഒരു നൽകി അതിനെ ഞാൻ തന്നെ പറഞ്ഞയച്ചു. കാരണം വെച്ചാൽ കിച്ചൺ കബോർഡ് തുറന്നുമ്പോൾ തന്നെ നമുക്ക് കണ്ടേക്കുന്നത് പാമ്പിനെ തന്നെ. അതിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി, ഞങ്ങളെ 2 പേരും രക്ഷപ്പെടുത്തി. കാരണം പിറ്റേ ദിവസം തുറന്നാലും അത് എൻ്റെ കയ്യിലാണ് പെടേണ്ടത്, അല്ലെങ്കിൽ ഇവളുടെ കയ്യിൽ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കൊറോണയുടെ സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് കൊറോണ വന്നിരിക്കുന്ന സമയത്തായി എൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞ്, ഞങ്ങൾ നല്ല ഒരു പ്രവാസികളുടെ പോലത്തെ ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചത്. ഞാനത് ഒന്നും തന്നെ നോക്കിയില്ല. എനിക്ക് കൊറോണ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ അവൾക്കും കൂടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുത്തു. ആ സൈൻ മീൻസ് ബുക്കിലല്ലേ എന്ന് ഞാനും വിചാരിച്ചു. ആ സൈൻ ചെയ്ത് കൊടുത്തത് വലിയൊരു അബദ്ധമായിരുന്നു. അവൾക്കും അറിയില്ല, അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അവളും സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ എങ്ങനത്തെ ആൾക്കാരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് 6 വരെ എത്തി ലാസ്റ്റ്. അതെന്നുവെച്ചാൽ അത് അടയ്ക്കാത്ത ടീമുകളായിരുന്നു. എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ബാങ്കിലെത്തിയതിന് ശേഷം ഒപ്പിട്ടവരൊക്കെ ബാങ്കിൽ വരണം പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, പക്ഷെ വേണ്ടിയില്ലെങ്കിലും ആ പൈസ ഒപ്പിടണം, മറ്റുള്ളവർക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതായപ്പോഴേക്കും ഇത് 6 വരെ എത്തി. അപ്പോൾ അത് ബാങ്കുകാരെന്നെ പറഞ്ഞു, നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞോ എന്ന രീതിയിൽ. അപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒഴിയാനുള്ള കാര്യങ്ങൾ നോക്കി. ലാസ്റ്റ് മെമ്പറെ കണ്ടു. അതിനോടനുബന്ധിച്ച് ഈ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോൺ ഉള്ളപ്പോൾ വേറൊരു ലോൺ കൊടുക്കില്ല. ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അത് രക്ഷപ്പെട്ടു. ഞാനത് കൊടുക്കാൻ തോന്നി വേറെ ബാങ്കുകാർക്ക്. ആ ബാങ്കുകാർ പെട്ടു എന്നുള്ള അവസ്ഥയായി. പക്ഷേ എന്നാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, കാരണം ദൈവാനുഗ്രഹം കൊണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിൽ വെച്ച പൈസ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വിചാരിച്ചത്, കാരണം കിട്ടില്ല ഒരു കാരണവശാലും. പക്ഷേ ആ പൈസ 1 രൂപ പോലും എനിക്ക് നഷ്ടപ്പെടാണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. അതും ചൊവ്വാഴ്ച തന്നെ. ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതും ചൊവ്വാഴ്ച തന്നെ. പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ടെൻഷിപ്പ് ഇതുപോലെ തന്നെ ഒരു സൈനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാ. ഇതുവരെ ഡ്രൈവിംഗ് ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി. അതോടുകൂടി നിർത്തി വെച്ചു. കാരണം അത് പറയാനുണ്ടെങ്കിൽ അത് മുഴുവനും ലീഗലായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ്റെ 44 ദിവസത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ആയിരുന്നു അത് ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ 44 ദിവസം എന്ന് പറയുമ്പം സെപ്റ്റംബർ 24-ാം തീയതി വരെ അതിൽ ഉള്ളിലാണ്. 23-ാം തീയതി ലാസ്റ്റ് ദിവസത്തിന് ഒരു ദിവസം മുപ്പാടാണ് എനിക്കൊരു ഫോൺ കോൾ വന്നേ. അതിലൂടെ എനിക്ക് ബാധ്യതയില്ലാത്ത രീതിയിൽ മാതാവ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഇനി അത് ലീഗലായിട്ട് ക്ലിയർ ആകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതാണ്. പിന്നെ എൻ്റെ മകൾക്ക് 10th നല്ല മാർക്കോടുകൂടി പാസ്സായി. അവൾ 10th വരെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഗവൺമെൻറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ല അവൾ ആഗ്രഹിച്ച പോലെ വിഷയം ബയോ സയൻസ് തന്നെ എടുത്ത് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. പല ആപത്തുകളിൽ നിന്നും ഈ ഉടമ്പടി തൈലം വഴി ഞങ്ങൾ കാശുരൂപം, ഉപ്പ് ഇതൊക്കെ വഴി രക്ഷപ്പെട്ടു. അതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് ഇതല്ല, ഇതിനും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പരിമിതി കൊണ്ട് നമ്മളത് പറയണില്ല മുഴുവനും. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷ്യം ഞാൻ ചുരുക്കാണ്.
പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും ശാല സന്ദർശിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പൈസയായിട്ട് അത് വേറെ. പിന്നെ രോഗികളെ പോയി കാണും. ഹോസ്പിറ്റലിൽ കുറച്ചേ പോകാറുള്ളൂ, കാരണം രോഗികളായിട്ട് വീടുകളിലും ഉള്ളവരുണ്ടാവും പൈസയായിട്ട് സഹായമുള്ളത്. പിന്നെ എല്ലാ ആഴ്ചയിലും ഫുഡ് ഒരു അപ്പൂപ്പൻ എന്ന് പറയാം, എന്ന് വന്നാലും ഫുഡ് റെഡിയാണ്. പക്ഷേ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാവില്ല, കാരണം ഞാൻ ധ്യാനം കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണോ ധ്യാനം ഇത്തിന് ഇരിക്കണേ അതുപോലെ ആര് വന്നാലും ഞാൻ വാതിൽ തുറക്കില്ല. അവർ വന്നാലും, കാരണം പപ്പ വന്നു കഴിഞ്ഞാൽ വേറെ താക്കോലിട്ട് അപ്പുറത്തൂടെ തുറന്നു പോരും. ഇവളാണെങ്കിൽ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നോളും. പിന്നെ ആരും അങ്ങനെ വരില്ല അങ്ങനത്തെ ചൊവ്വാഴ്ച ദിവസം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അഥവാ എന്തെങ്കിലും ഇവിടെ പറയുന്ന എല്ലാ കാര്യത്തിനും, അതുപോലെ ഉപവാസം, പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ വഴി ഭർത്താവിനും വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹവും അത്യാവശ്യം വിശ്വാസത്തിലായി. മകൾക്ക് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അവൾ ഉടമ്പടി എടുത്തു. +1 പഠിക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടിട്ടുമാണ് അവളും അതെടുത്തത്. പറയുമ്പോൾ ചെറിയൊരു കാര്യം തോന്നും, പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. കാരണം പുറമേ ഉള്ളവർ ഇപ്പോൾ പറയരുത്, നോക്കുമ്പോൾ നിങ്ങൾക്ക് കാശുണ്ട്, ആ പൈസ കൊടുത്ത് അത് ഇതാക്കാലോ, നിസ്സാര പൈസയല്ലേ. പക്ഷെ അത് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന വിഷമം ഭയങ്കര വലുതായിരുന്നു. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് ജോലിയില്ല. പക്ഷേ അത് അപ്പം എൻ്റെ ഭർത്താവിൻ്റെ പൈസയാണ് ഇത് പോകുമ്പോൾ അത് ഞാൻ കാരണം എന്ന രീതിയിൽ അതൊരു കുറ്റബോധം തന്നെയായിരുന്നു എനിക്കത് പറയുമ്പോൾ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട്, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത്തിരി കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്, അധികമല്ല, എന്നാലും കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ദൈവം തന്നെ തുറന്നു തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ബിന്ധ്യ ജോഷി എന്ന ഈ അമ്മയും ഏഞ്ചൽ ജോഷി എന്ന മകളും ഇവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുകയാണ്. 10 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ നിരന്തരമായ തലവേദന, അവരതിന് ഉപയോഗിച്ച മരുന്നുകൾ, ആശുപത്രികൾ എല്ലാം വളരെ ചുരുക്ക സമയം കൊണ്ടാണ് ഉടമ്പടി വസ്തുക്കളിലൂടെ, നേർച്ച വസ്തുക്കളിലൂടെ അവർക്ക് സൗഖ്യം ലഭിച്ചതെന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വെളിവാക്കി കൊടുക്കുകയും എല്ലാ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. ബിന്ധ്യ ജോഷി പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതാണ്. അവരുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത അവർ വളരെയധികം പ്രാർത്ഥിച്ച്, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്തുള്ള എല്ലാ വേസ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകുവാനും അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനും സാധിച്ചു. അതോടുകൂടി അവരുടെ വീടും പരിസരവും വളരെ സ്വസ്ഥമാവുകയും വളരെ ശാന്തമാവുകയും പരിശുദ്ധ അമ്മയുടെ പാമ്പുകളിൽ നിന്നുള്ള വലിയ ശല്യത്തെ അവർ പരിശുദ്ധ അമ്മ അവരുടെ മധ്യസ്ഥത കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നാം പ്രാർത്ഥനയിലൂടെ ജീവിക്കുമ്പോൾ, നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ അധികാരത്തെയാണ് ഈശോ നമുക്ക് ദിവ്യവചനത്തിലൂടെ ലൂക്കാ 10:19 നമുക്ക് നൽകും. നിങ്ങൾ പാമ്പുകളുടെയും തേളുകളുടെയും ചവിട്ടി നടന്നാലും നിങ്ങളെ വിഷം തീണ്ടിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഈശോ നമുക്ക് അധികാരം നൽകുന്നത് അതുകൊണ്ടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പവർ സ്റ്റേഷനാണ്. ഈ പ്രാർത്ഥനയിൽ നിന്ന് ഉയരുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സൗഖ്യവും സംരക്ഷണവും ഒരു വളരെ വലുതാണെന്ന് നാം അറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നാം അറിവില്ലാതെ, മകൾ പറയുകയായിരുന്നു, ബിന്ധ്യ പറയുന്നത്, അറിവില്ലാതെ ചെന്ന് പെട്ടുപോയ ചില കേസുകളിലെല്ലാം എങ്ങനെ തലയൂരി പോരണമെന്ന് പോലും പരിശുദ്ധ അമ്മ വഴി നയിക്കുകയും
സാമ്പത്തിക പ്രതിസന്ധികളൊന്നും കൂടാതെ തന്നെ അറിവില്ലായ്മ പോലും ഈശോ നമ്മെ സംരക്ഷിക്കുന്ന രീതികളെയെല്ലാം ഈ മകളേറ്റു പറയുകയായിരുന്നു. നാം ഉടമ്പടിയിലാണെങ്കിൽ സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ സൗഖ്യങ്ങളും സമാധാനവും ഐശ്വര്യവും എല്ലാം ഈശോ നമുക്ക് നൽകുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. ആബാപിതാവിനും ഈശോപ്പയ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും എന്നേക്കും. പരിശുദ്ധ കൃപാസനം അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നു. എൻ്റെ പേര് ഗീത ജോർജ്. ഞാൻ കളമശ്ശേരി സെയിൻറ്റ് ജോസഫ് സോഷ്യൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ പള്ളിയിൽ ഇങ്ങനെ ആരാധനാ ചാപ്പലിൽ ഇരിക്കുമ്പം അവിടെ ഒരു കൃപാസനത്തിൻ്റെ പേപ്പർ കാണുകയും അതിനെടുത്ത് വായിച്ചിട്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും നന്നായിട്ട് അറിയുന്നത്. ചെറുപ്പത്തിലേ മുതലേ തന്നെ അമ്മ മാതാവിനെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന, എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ചെറുതായിരുന്നപ്പോൾ പോലും വളരെ സങ്കടം വരുമ്പോൾ ഞാൻ അമ്മ എൻ്റെ അമ്മയായിരിക്കണം, എൻ്റെ അമ്മ മാതാവായിരിക്കണം എൻ്റെ അമ്മ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഈ പേപ്പർ കിട്ടിയപ്പം വളരെ സന്തോഷമായി. അപ്പം ഒത്തിരി ആ സമയത്ത് എൻ്റെ മകന് ചെറിയ കുട്ടിയായിരുന്നു, അവനൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു, രോഗവും ഒക്കെ ആയിട്ട്. അപ്പം ഈ മാതാവിൻ്റെ കൃപാസനം പത്രത്തിലുള്ള ഓരോ ദൈവിക പ്രവർത്തനങ്ങളും വായിച്ചിട്ട് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ച് അവന് ഒത്തിരി രോഗസൗഖ്യങ്ങളുണ്ടാവുകയെല്ലാം ചെയ്തു. അന്ന് മുതൽ ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നീട് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കോവിഡിൻ്റേതായ കുറേ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങോട്ട് എല്ലാവരെയും വരാൻ പറ്റാത്തതും കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ധ്യാനം നടക്കുന്നൊരു സമയമായിരുന്നു എനിക്ക് പേപ്പർ കിട്ടിയത്. ആ സമയത്ത് ഞാൻ ധ്യാനത്തിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്യും, റൂം വരെ ബുക്ക് ചെയ്താണ്. പക്ഷേ അന്നും എനിക്ക് വരാൻ എന്നെ അമ്മ അനുവദിച്ചില്ലായിരുന്നു. പിന്നീട് ഞാൻ കോവിഡ് സമയത്ത് ഓൺലൈനിൽ കുർബാനയെല്ലാം കൂടുന്ന സമയത്ത് ഞാൻ അന്നങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പം ഞാൻ കുർബാന കൂടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബൊക്കെ ഉപയോഗിച്ചിരുന്നത്. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ അതിനകത്ത് കാണാനിടയായത്. ആദ്യമൊന്നും എനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയോ ഒന്നും എനിക്കത്ര ഒരു ഇഷ്ടം പോലെ തോന്നിയില്ല. പക്ഷെ പിന്നീട് ഉടമ്പടി നൊവേന എന്ന ഒരു പ്രാർത്ഥന, ഒരു 9 ദിവസം ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യത്തെ ദിവസം കൂടിയതിന് ശേഷം പിന്നെ എനിക്ക് വളരെ ആ പ്രാർത്ഥനയോട് വളരെയധികം ഇഷ്ടമാവുകയും ഞാൻ 9 ദിവസത്തെ നൊവേന പല പ്രാവശ്യം കൂടുകയും ചെയ്തു. പിന്നെ എപ്പോഴും പ്രാർത്ഥനകൾ കോവിഡിൻ്റെ സമയത്തെല്ലാം എന്നും ആ പ്രാർത്ഥനകൾ കൂടും, അങ്ങനെയെല്ലാം ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം മോള് 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മോൾക്കും ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പം പുറത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ഇതുപോലെ ഹസ്ബൻഡിനൊരു ഫ്രണ്ട് പറഞ്ഞു കാനഡയിലോ അമേരിക്കയിലോ അവളെ വിട്ട് പഠിപ്പിക്കാൻ മേലെയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കൊച്ചിനെ അത്രയും ദൂരെ വിടാം എന്നൊക്കെ പറയുമ്പോൾ വിഷമവും ഭയമൊക്കെ ആയിരുന്നു. പക്ഷേ മാതാവ് അന്ന് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം 2 കൈ നീട്ടിയിട്ട് പറഞ്ഞത് മോളെ ഇങ്ങോട്ട് വിട്ടോളും, ഞാൻ നോക്കിക്കോളാം എന്നാണ്. അന്ന് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര ആശ്വാസമായിരുന്നു ആ മാതാവ് അങ്ങനെ പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറയാറുള്ളത് അമ്മ മാതാവ് കൃപാസന അമ്മ സഞ്ചാരി മാതാവ് എന്നും എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരു 40 വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര അലർജിക്കായിരുന്നു. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ജലദോഷവും തുമ്മലും എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കർച്ചീഫ് കയ്യിൽ കൊണ്ടുനടക്കാണ്ട് എനിക്ക് ഒരു സമയത്തും പറ്റിയിട്ടില്ല. അപ്പം ചെറുതായിരുന്നപ്പോഴൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ചൂടോ തണുപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ. അത് പിന്നെ എനിക്ക് കൂടി ഒരു ശ്വാസമുട്ടലായിട്ട് മാറി. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാതെ ഒരു 25 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. രാത്രികളിൽ ഉറങ്ങാതെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരുന്ന് അങ്ങനെയാണ്. പിന്നീട് എനിക്ക് അന്നേരം കൃപാസനത്തിൽ വന്ന് ഞാൻ മോള് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവസം വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഒക്കെ പുരട്ടുകയും
ഉപ്പ് കഴിക്കുകയും ഞാൻ എല്ലാ ദിവസവും ഉപ്പ് ഇപ്പോഴും എന്നും ഉപ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു നുള്ളുപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ 40 വർഷത്തോളമായിട്ട് എൻ്റെ അലർജിയും ഒരു 25 വർഷമെങ്കിലും ആയിട്ടുള്ള എൻ്റെ ശ്വാസം മുട്ടലും മാറിക്കിട്ടി. ശ്വാസം മുട്ടലും ഞാൻ ഉറങ്ങാത്ത രാത്രികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ മാതാവേ എനിക്കിതൊന്ന് മാറ്റി തരണം, ഒന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയാവുന്നെന്ന്. അതെനിക്ക് മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര ചെറുപ്പത്തിലേ മുതലേ എനിക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നം വന്നാൽ ഞാൻ ഛർദിയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അതും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉപ്പും തൈലവും എല്ലാം പുരട്ടിയും ശേഷം എനിക്ക് അതെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്. ഏത് വണ്ടിക്കകത്ത് കയറിയാലും ഞാൻ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു. കൃപാസനത്തിലൊക്കെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചിട്ടാണ് വഴിയിൽ നിന്നൊക്കെ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ ഉപ്പും കഴിക്കുകയും തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ അമ്മയുടെ ഈ കാശുരൂപം, ഉടമ്പടി കാശുരൂപം ഞാൻ വെച്ച് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. എന്താണെന്നൊരു റീസൺ ഇല്ലാതെ നടുവേദന. ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സ്കാനിങ്ങിലുള്ള അവിടുത്തെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുകയും പിന്നെ ഉപ്പെടുത്ത് ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അന്നേരം അവർ പറഞ്ഞു, ഇന്നിപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ കറണ്ടില്ല, അപ്പം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉപ്പെടുത്ത് ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അവിടെ തന്നെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ടേബിളിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത്, അമ്മ തന്നെ എനിക്കിതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു തന്നു. ഞങ്ങൾ നേരത്തെ പോയിരുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഡോക്ടറെ വിളിക്കുകയും അന്ന് മുതൽ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് അത് സൗഖ്യമാവുകയും ചെയ്തു. പിന്നെ എന്ത് അസുഖം വന്നാലും ഞാനും എൻ്റെ മക്കൾക്കും എല്ലാം ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പലപ്പോഴും വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ മരുന്ന് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഈ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ അസുഖത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാറിയിരുന്നത്. അതുപോലെ എനിക്ക് ഈ അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് വയറൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയുടെ സാന്നിധ്യം അറിയണം. അവിടെ വരുന്നത് ഏത് മെയിൽ ഓർ ഫീമെയിൽ ഏത് ഡോക്ടറാണെങ്കിലും ഒരു ആഷ് കളറുള്ള ഡ്രസ്സായിരിക്കണം അമ്മ ഇട്ടേക്കണേന്ന് പറഞ്ഞു. കൃത്യം അതുപോലെ തന്നെ വന്ന ഒരു മെയിൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്നൊരു ആഷ് കളറ് സിൽവർ ഗ്രേ ഷർട്ട് ഇട്ടിട്ടാണ് ആ ഡോക്ടർ വന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അമ്മയുടെ സാന്നിധ്യമെന്ന്. അപ്പം സ്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ബൾക്കി യൂട്രസും ഫാറ്റി ലിവറും ഫൈബ്രോയിഡും ഒക്കെ അങ്ങനത്തെ പ്രോബ്ലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച ഉടനെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, എല്ലാം കുറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഇന്ന് ബർത്ത്ഡേ, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു മഴവില്ല്, അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി അതെന്നെ കാണിച്ചു തന്നത്, ഒരു മഴവില്ല് കണ്ടുവന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു മഴവില്ല് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് അമ്മ ഒരു മഴവില്ല് കാണിച്ചു, നമ്മുടെ സാന്നിധ്യം കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ വേദനിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു രോഗത്തിൽ സമയത്ത് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് അത് ഉണ്ടാവരുത്. അപ്പം ഞാൻ 91-ാം സങ്കീർത്തനം അത്യുന്നതൻ്റെ സംരക്ഷണവും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം എനിക്കൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു മഴവില്ലായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് എനിക്കപ്പം മനസ്സിലായി എനിക്കിനി അത് ഒരിക്കലും അസുഖം എനിക്ക് വരത്തില്ല എന്നുള്ള എനിക്ക് അതുപോലെ മാതാവിൻ്റെ ഒരു അഷുറൻസ് എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ സങ്കടപ്പെട്ടൊക്കെ വിഷമിച്ച് എന്തെങ്കിലും ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഞാൻ അമ്മയുടെ എനിക്കൊരു പ്രസൻസ് തരണോ അമ്മ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പ്രസൻസ് അമ്മ. ഇപ്പോൾ ചിലപ്പം ആകാശത്ത് നല്ല ക്ലിയർ ആയിരിക്കും സ്കൈ, പക്ഷേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിൽവർ ഗ്രേ കളർ വന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുക. അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അമ്മയുടെ ആ പ്രസൻസ് എനിക്ക് ഏത് നിമിഷവും, എനിക്ക് ഒരു ഫിസിക്കൽ ഫേവർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അമ്മയുടെ ആ പ്രസൻസ് ഈശോയുടെ പ്രസൻസും എപ്പോഴും ഉണ്ടാവാറുണ്ട്.
പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും അത് എൻ്റെ എല്ലാ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും പിന്നെ സ്റ്റാറ്റസിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളിലും. എനിക്ക് സപ്പോസ് ഒരു ദിവസമെങ്കിലും കൂടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പല പ്രാവശ്യം ഞാനത് കൂടാറുണ്ട്. ഒരാഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യം ഉടമ്പടി ധ്യാനം ഞാൻ കൂടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു ഒട്ടും ഞാൻ ടയേർഡ് ആവില്ല. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ഉടമ്പടി ധ്യാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ വെച്ചിട്ട് കൂടുമ്പോൾ എനിക്ക് ഒട്ടും ഒരു ക്ഷീണം തോന്നുകയോ മടുപ്പ് തോന്നുകയോ ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്ക് പേപ്പർ, ഞാനിവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ ഹിന്ദിക്കാരും തമിഴ് ആൾക്കാരും ഉണ്ട്, ഒത്തിരി ജോലിക്ക് വരുന്നവർ. അപ്പം ഞാനിവിടെ വന്ന് തമിഴും ഹിന്ദിയും പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മലയാളം പേപ്പറാണെങ്കിലും ഒത്തിരി പേർക്ക് അത് ഞാൻ പള്ളികളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്, പക്ഷേ പിന്നീട് അത് ഞാൻ കൊടുക്കാറില്ലായിരുന്നു. ഒത്തിരി പേര് പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഈവൻ മെട്രോ സ്റ്റേഷനിലും അതുപോലെ എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. ഈവൻ ലുലു മാളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഈ പത്രം, അമ്മയുടെ കൃപാസനം പത്രം കൊണ്ടുപോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പ്രാർത്ഥിക്കും ഞാൻ അമ്മയെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ തന്നെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ചുരുക്കം 1-2 ആൾക്കാർ മാത്രമേ എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരേ ഒരാൾ മാത്രം ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ തന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ശരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഞാനെപ്പോഴും ഇങ്ങനത്തെ മേടിക്കുന്ന കേട്ടോ, ഞാനത് അങ്ങനെ പറഞ്ഞത് അറിയാതെ എന്ന് പറഞ്ഞു. പിന്നെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇട്ട് കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കുന്ന കാണുമ്പം അതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന, അതായത് ഞാൻ ആരെ കണ്ടാലും കഴിവതും ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് പറയാറുണ്ട്. പിന്നെ പലരും വന്ന് എന്നോടിങ്ങനെ സങ്കടങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ അവരുടെ ഓരോ അവസ്ഥകൾ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുമെന്നല്ല, അത് സഹിക്കാനുള്ളൊരു ശക്തി എന്തായാലും അമ്മ നമുക്ക് തരും. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കീമോയ്ക്ക് വേണ്ടിയിട്ട് പൈസ വേണമെന്നങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പലരും കൂടെ ചേർന്നിട്ട്, എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ അവരെ സഹായിച്ചായിരുന്നു. പിന്നെ അവർക്ക് മെഡിസിൻസൊക്കെ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചാൽ അവർക്കെല്ലാം സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും സഹായം വേണമെന്ന് എനിക്ക് തോന്നിയാൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നവരെന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയും, നീ അവരെ സഹായിക്കാൻ പോയാൽ മിക്കവാറും നിനക്കത് പക്ഷേ എന്നാൽ പോലും ഞാൻ അമ്മയുടെ ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നുള്ള വിശ്വസിച്ചാണ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. തീരെ നിവൃത്തിയില്ല, വയ്യാണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ ഓൺലൈൻ മാസ് കൂടാറുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ഒരു കുർബാന, ഞാൻ ദൂരെ ആണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോയിട്ടാണെങ്കിലും ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ എന്നെ അമ്മയും ഈശോയും സഹായിക്കുന്നുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും 1000 മണി ജപമാല. എനിക്കിവിടെ വന്ന അന്ന് അച്ഛൻ ഒരു കൂട്ടായ്മ, നമ്മൾ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1000 മണി ജപമാല, അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് തരുമായിരുന്നു. അതെനിക്ക് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ജപമാല കിട്ടി. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 10 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 പേരായിട്ട് കുറഞ്ഞു. എന്നാൽ പോലും ഞങ്ങൾ 250 മണി ജപമാല എല്ലാ ദിവസവും ചൊല്ലാൻ ഞങ്ങളെ ഈശോയെ അമ്മയെ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ അതൊക്കെ സഹിക്കാനുള്ളൊരു കൃപ. പെട്ടെന്ന് ഞാൻ ദേഷ്യവും വിഷമമൊക്കെ ആവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈശോ ഓരോ വചനങ്ങൾ നൽകി എന്നെ സമാശ്വസിപ്പിക്കാറുണ്ട്.
എന്നാലും ചിലപ്പോഴൊക്കെ ആ വചനങ്ങൾ കിട്ടുമ്പം അത് ചിലപ്പം ബൈബിൾ തുറന്നു നോക്കുമ്പോഴായിരിക്കും എനിക്ക് ആ കിട്ടുന്ന ഒരു വചനം. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും, ഞാൻ എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഈശോയെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ലാണ്ട് ഞാൻ ഇങ്ങനെ എന്ത് വിഷമം വന്നാലും ഞാൻ ഓടിപ്പോയി ഈശോയുടെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ ഈശോയോട് ചേർന്നിരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഈശോയെ അമ്മ മാതാവ് എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്യാനുള്ളൊരു കൃപ തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഓരോ വചനങ്ങൾ നൽകി എന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കുറച്ചുകൂടെ സ്നേഹത്തോടെ, ഈശോയോടുള്ള സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് എല്ലാം പറയാൻ പോയാൽ ഒരുപാട് നേരം ആവശ്യമാവും എനിക്ക്. അതുകൊണ്ട് ഈശോയും അമ്മയും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു. നേരത്തെ എനിക്ക് ആബായോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ, ആബാ പിതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് ഇപ്പോഴും ഈശോയോട് മാത്രമേ ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ എനിക്ക് ആബായ എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. ആബായും ഈശോയും പരിശുദ്ധാത്മാവും അടുത്തായിരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് 2 പ്രാവശ്യവും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എഴുതി സൈൻ ചെയ്ത് തന്നാൽ മതി, മീൻസ് എഴുതി തന്നിട്ട് സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം ഞാൻ വന്നു. പിന്നീട് അച്ഛൻ്റെ ഒരു ധ്യാനം കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, നമുക്ക് അഹങ്കാരം ഉണ്ടാകും പക്ഷെ നമ്മളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ ആ അഹങ്കാരം കൊണ്ടായിരിക്കും, എനിക്ക് അതിനുള്ള പാകത വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഇവിടെ കയറി നിന്ന് പറയാനുള്ള. അപ്പം ഞാൻ ഓർത്ത്, ഈശോ എനിക്ക് എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതായിരിക്കണം എനിക്ക് ഇന്നിവിടെ വന്നപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം അമ്മ ഈശോ ഒരുക്കി തന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും സ്തോത്ര ആരാധനയും സമർപ്പിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം വചനമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എത്ര ദൂരത്തായാലും ദുഃഖത്തിലായാലും നിരാശയിലായാലും നമ്മെ കേൾക്കുന്ന ഒരു ദൈവവും നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് വേദനയോടെ വിളിക്കുന്നു, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈ നിശബ്ദതയിലും കണ്ണീരിലുമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്ന അമ്മ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്, അമ്മയുടെ മാധ്യസ്ഥയിലൂടെയാണ്. അമ്മ നമ്മോട് പറയുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങളോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ രോഗസൗഖ്യവും അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമാണ് ഗീത ജോർജ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങളാണ്. 40 വർഷം ഉണ്ടായിരുന്ന അലർജി രോഗം, 25 വർഷം ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ, 40 വർഷത്തോളം ഉണ്ടായിരുന്ന അസിഡിറ്റി പ്രോബ്ലം. ഈ രോഗങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തിരുന്നു, പക്ഷെങ്കിൽ അതൊക്കെ ടെമ്പററി റിലീസ് മാത്രമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി വസ്തുക്കൾ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം, വർഷങ്ങളോളം പഴക്കമുള്ള ഈ രോഗങ്ങളിൽ നിന്നെല്ലാം സൗഖ്യം ലഭിച്ചത്. പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. വർഷങ്ങളായി നമ്മൾ ശ്രമിച്ചു, നമുക്ക് അസാധ്യമാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ നിയോഗമായി സമർപ്പിച്ചത്. രോഗസൗഖ്യവും ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, പല മരുന്നുകൾ കഴിച്ചു. പിന്നീട് ഇവിടെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. ഈ മകൾ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു മരുന്ന് എന്നാണ്, അതായത് ഉടമ്പടി വസ്തുക്കളാണ് എല്ലാ രോഗത്തിനും മരുന്ന്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ, പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് മഴവില്ലിൻ്റെ രൂപത്തിൽ ഈ മകൾക്ക് അനുഭവം ഉണ്ടായെന്നാണ്.
ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മൾക്ക് അടുത്തറിയുന്ന പലപ്പോഴും സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവിലൂടെയൊക്കെയാണ്. അങ്ങനെയാണ് ഈ മകൾക്കും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാന്നിധ്യം മഴവില്ലിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ മകൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും പല ലാംഗ്വേജുകളിൽ പത്രം വാങ്ങിക്കുകയും ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ മേടിച്ച് ബാംഗ്ലൂരിൽ ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയും കൃപാസനം അമ്മയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. കുർബാന ഒരിക്കലും മുടക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്. പരിശുദ്ധ അമ്മ നമ്മൾ കൂടെ ഈശോയുടെ അമ്മയുടെയും കൂടെ നിന്ന് നമ്മൾ വിശ്വാസപൂർവ്വം നമ്മുടെ ഉടമ്പടി ജീവിത നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു സാധ്യത ഒരുക്കി കൊടുക്കുന്നത്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-17 പറയുന്നത് പോലെ, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ആരോഗ്യം നൽകുന്ന ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്ന ശാരീരികമായും മാനസികമായും എന്ത് രീതിയിലായാലും നമ്മൾ ദുഃഖപ്പെടുത്തുന്ന ആ സിറ്റുവേഷനിൽ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നാലും അത് ചെയ്തു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം ദൂരെയല്ല, വിളിക്കുന്നവനെ അവനൊരിക്കലും കൈവിടുകയില്ല. ദൈവത്തെ വിളിക്കാൻ ധൈര്യം നമുക്ക് പരിശുദ്ധ അമ്മയാണ് നമുക്ക് തരുന്നത്. അമ്മയുടെ കരം പിടിച്ച് ദൈവത്തെ നമുക്ക് വിളിക്കാം. വിശ്വാസത്തോടെയും കൂടുതൽ ഭക്തിയോടെയും നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഗീത ജോർജിന് കുടുംബത്തിന് ലഭിച്ച പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യങ്ങൾക്കെല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരി.